ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാവകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താണ് വർഷങ്ങൾക്ക് ശേഷം ഓഹോ നീ ഇവിടെ ഉണ്ടായിരുന്നോ? വളരെ എൻജോയ് ചെയ്ത് കണ്ടുള്ള ഒരു സിനിമ. ഭയങ്കര ലാഗ്, മനസ്സിലായില്ല? അതായത് ഭയങ്കര എഴിച്ചില്. ക്ഷമ വേണം, സമയമെടുക്കും. വളരെ എൻജോയ് ചെയ്ത് കണ്ടുള്ള ഒരു സിനിമ. ഇന്ന് അവനെ പീസാക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇതിലെ മേക്കപ്പ് ആണ്. മുഖസ്തുതി പറയല്ല, കുറച്ച് ഡീറ്റെയിലിംഗ് അവർ ചെയ്തിട്ടുണ്ട്. പ്രണവിന്റെ ഒക്കെ കുറച്ച് ക്ലോസ് വരുമ്പോൾ ഒക്കെ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഏജിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്നായി ചെയ്തിട്ടുണ്ട്. ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ അനക്ക്. അത് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? സാവധാനത്തിൽ ഇത്തിരി ക്ഷീണിച്ചങ്ങ് പറഞ്ഞാൽ മുടിയിൽ ഇത്തിരി നര കൂട്ടിയാൽ പിന്നെ വയസ്സനായി. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ്. ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന. അങ്ങനല്ല. പ്രണവാണെങ്കിൽ നല്ല എനർജറ്റിക് ആയി മുടിയും നീട്ടി വളർത്തി എന്നെ കണ്ടാൽ ഇപ്പൊ വയസ്സിനെ പോലെ ഇല്ലേ എന്ന ഭാവത്തിൽ അങ്ങ് തകർക്കുകയാണ്. ശരിയാ, റാമിന്റെ ആക്ടിങ് കുറച്ച് ഓവറായിരുന്നല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. മൊത്തത്തിൽ വയസ്സാവില്ലെന്ന പരിപാടി നല്ല അസൽ ഫാൻസി ഡ്രസ് ആയിരുന്നു. അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ, അത് കഴിഞ്ഞിരിക്കട്ടെ. ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്ത് രംഗം? എടാ നിന്റെ അടുത്തല്ലേ മേലാ പാട്ട് പാടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി തൊള്ള പറഞ്ഞ അണ്ണാക്കി പെയിന്റ് ഞാൻ കുറിക്കുള്ളിക്ക് പറഞ്ഞേക്കാം. എനിക്ക് കലേഷ് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ഞാൻ ലോകേഷ് കനകരാജനെ അപ്രോച്ച് ചെയ്തിരുന്നു. ദൈവമേ, ഒരു വൻ ചതിയിന്ന് രക്ഷപ്പെട്ടു. എന്റെ ക്ലോസ് ഫ്രണ്ടാ. അതെ, എന്നെ ക്ലോസ് ചെയ്യാനായിട്ട് അവതരിച്ച ഫ്രണ്ട്. ആകെ ഞാൻ അതിനകത്ത് എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതാണ്. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ, ഞെട്ടരുത്. ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാന്ന് വിചാരിക്കുന്നു. ചെറുക്കാ, നീ എന്നെ കുളിപ്പിച്ച് കെടുത്തുന്ന ലക്ഷണമാണല്ലോ. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? തിയേറ്ററിൽ ആ ടൈപ്പ് ഇൻട്രൊഡക്ഷൻ ആണ്. ശരിക്കും നമ്മൾ വെളിയിൽ നോക്കിയാൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ടിനു പാപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തിയേറ്റർ കുലുങ്ങുന്നു. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. തിയേറ്ററിനകത്തിരുന്ന് എനിക്ക് തോന്നിയത് തിയേറ്ററിനകത്ത് വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്, വലിയൊരു പൊട്ടിത്തെറി. അതിനിപ്പോ നമ്മൾ തന്നെ നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. ആ പൊട്ടിത്തെറി കാരണം ചിലപ്പോൾ തിയേറ്റർ കുലുങ്ങും എന്നായിരിക്കും ഇദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത്, ടിനു പാപ്പച്ചൻ. എന്റെ കൈ തരിച്ചു വരണുണ്ട്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാ മതി. ഇതിലും ഭേദം കണ്ണി കൊള്ളുന്ന തന്നെയായിരുന്നു. ഈ ഇപ്പൊ തിയേറ്ററിന്റെ പുറത്ത് നിന്നിട്ട് അതിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ്? അത് അത്രക്ക് കട്ട മാസമായതുകൊണ്ടാണോ? അതെ, എന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല. അതെന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കണ്ടാൽ മതി. കാരണം അത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ കാണാൻ തോന്നി. അത് എന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ടാണ്. തന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് നല്ല കാലം വന്നു എന്ന് പറഞ്ഞ ആളാ, ഇപ്പൊ എന്തായി? എനിക്കും മോശം കാലമാണ്. ഞാൻ പ്രവചിക്കുന്നതൊന്നും ഇപ്പൊ അധികവും ഫലിക്കാറില്ല. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിയിട്ട് പറയുന്നത്. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം, വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി? ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നാണ്. മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം എന്നല്ലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ആൻഡ് ലൈക്ക് ഐ സെഡ്, ഇത് ഏതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ പോലെയും ദിസ് ഈസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഞാൻ മുടക്കിയ കാശ് മുഴുവൻ വെള്ളത്തിൽ. നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരെന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? അപ്പൊ നമ്മള് ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനാവാൻ ആരും ശ്രമിക്കണ്ട. എന്നാലും ഇത്ര അർത്ഥം മുറിച്ച് പറയണ്ടായിരുന്നു. നിനക്ക് കുഴപ്പമില്ല, എന്നെ ഇവിടെ പലർക്കും അറിയാം. നീയല്ലേ പറഞ്ഞ ദിസ് ഈസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. മതി കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. അതിന്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്.
ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന ലിജോ ഇങ്ങനെ പ്രതികരിക്കുന്നത് അസാധാരണം തന്നെയാണ്. എന്താ ഞാൻ കേൾക്കുന്നത്? ബുദ്ധിമോശമായി പോയി ചേട്ടായി. ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നത് ആണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. ഞങ്ങള് നിരപരാധികൾ ആണോ? ഇന്ത്യൻ താത്ത അവർ തിരുമ്പി വരണം. അയ്യോ എനിക്ക് വേണ്ട, അപ്പോ എന്നെ വിട്ടേ. ഹായ്, കൊള്ളാം, മനോഹരമായിരിക്കുന്നു. അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും പയറ്റി. കൃഷ്ണസ്വാമി, ഇതാണ് കളരി വിദ്വാൻ അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. ഉറക്കകാലവർമ്മം കേൾവിപ്പെട്ടിരിക്കുക? ഇല്ല. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്. കിളവൻ കൈരളി എന്നാ തോന്നുന്നത്. ഇതാ 48 മണി നേരത്തില് ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. അയാളുടെ മാത്രമല്ല, എന്റെ ഒരെണ്ണം തെറ്റിക്കിടക്കുക. ആറുമുഖം എന്നാ തലവരെ. അടുത്തതാര? കോൺട്രാക്ടർ അർജുൻ നായർ. ഇനി ഇവൻ ബോഡി ലാംഗ്വേജ് ലേഡി മാതിരി തകർക്കും. കഴുതേ മണ്ടത്തരം പറയുന്നു. ഇപ്പൊ ഒരു വിവരം കിട്ടി. നിനക്കൊക്കെ ഒരു വിവരം ഇല്ലെന്ന്. എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. കാട്ടാനെ വരെ ചൂണ്ടുപർമ്മത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ഇവനാണൊരു അഭ്യാസി അല്ലേടാ? ഓ, നീയൊക്കെ കൂടി എന്റെ വില കളയും. ഇതാരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരാ. എന്തോന്നാടാ അത്? എന്തേ ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. ഒരു ആത്മാർത്ഥ സുഹൃത്തു നിലയിൽ എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് സാർ എങ്ങനെ സാർ, അടിപൊളിയല്ലേ? കൊള്ളാം. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വര. ഇവിടെ ഉഗ്രം കഥയാടോ. എന്റെ അമ്മ വായിച്ചു, കരച്ചിലോട് കരച്ചിലായിരുന്നു. ഒടുവിൽ ഞാനും കരഞ്ഞുപോയി. ഒരു പടം കണ്ട് മൂത്രം പോകുന്ന സിനിമ ആദ്യമായിട്ടാണ്. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഖം മൂടി അഴിച്ച് CID ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. എന്താ കലാകാരന്റെ ജോലി സൃഷ്ടിയാണ്. അവൻ സൃഷ്ടികർത്താവാണ്. സമൂഹത്തെ അവന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഹാപ്പി ആയില്ലേ? സോറി, ഞാൻ മറന്നുപോയി. ഇതൊരു ഇൻവോളണ്ടറി ആക്ഷനാ. പട്ടായയിലെ ഏതോ താലൂക്ക് ആശുപത്രിയിൽ എട്ടും പൊട്ടും തിരിയാത്ത തന്റെ മകൻ ജീവനെ ഒരു മൂലക്കിരുത്തി ബില്ലടക്കാൻ വേണ്ടി പോകും. ഇവനാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഓ, അത് ശരിയാണല്ലോ. ആ ബുദ്ധി എനിക്ക് പോയില്ല. തലയുടെ ഉള്ളിൽ വല്ലതും വേണം. എന്തുകൊണ്ട് നമ്മളെ വിജയണ്ണന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയില്ല? തരാട്ടോ. ആ കുഞ്ഞിപ്പാ, ഞാൻ ഇറങ്ങട്ടെ. തങ്കുവ, തനിക്ക് എന്തുവാ? അന്നോട് എനിക്കൊരു കാര്യം പറയാൻ. ഒരു സൂര്യ ഫാൻ ആയിട്ട് പോലും കങ്കുവ വാസ് എ ഹ്യൂജ് ഡിസപ്പോയിന്റ്മെന്റ് ഫോർ മീ. മുത്തശ്ശി പറഞ്ഞല്ലോ ഞാൻ രാജാവാണെന്ന്. എനിക്കിപ്പോ രാജയോഗമാണെന്ന്. അങ്ങനെ പറഞ്ഞോ മുത്തശ്ശി? കഷ്ടമുണ്ട് കേട്ടോ. എന്തൊരു നിഷ്കളങ്കൻ. ഒരു തമാശ പറഞ്ഞപ്പോഴും അതങ്ങോട്ട് വിശ്വസിച്ചു. എനി ക്രിയേറ്റർ, എനി ഡയറക്ടർ ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ പൊളந்து பார்க்க പോறாங்க. ഇവിടെ നിന്ന് തറ ഡയലോഗ് അടിച്ച് സാറിന്റെ വില കളയല്ലേ. ഇനി ഞാൻ സത്യം പറയാം. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. കാട്ടവരാതെ പടം എന്ന് പറഞ്ഞാൽ കാട്ടവരാതെ പടം. ഇതുപോലൊരു മലം കണ്ട് ഇടക്കാലത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല.
നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. മ്യൂസിക് കൊള്ളൂല, VFX കൊള്ളൂല, 3D കൊള്ളൂല, പടത്തിന്റെ മേക്കിംഗ് കൊള്ളൂല, കഥ കൊള്ളൂല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. എന്താ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്റെ പൊന്നോ, ഇതെന്തോ എഴുതി വെച്ചേക്കുന്നേ. കണ്ടിറങ്ങുമ്പോ കുറെ പുക മാത്രം, ഒന്നും മനസ്സിലാവരുത്. നല്ല ഐശ്വര്യമുള്ള കൈ. യാർ നീങ്ക എന്ന വേണോ എനിക്ക് ഒന്നും പുരിയില്ലേ. പൂരിച്ച് തരാടാ. പടം കണ്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളെ സമ്മതിക്കൂല. DSP റോക്ക് സ്റ്റാർ എന്നൊക്കെയാണ് DSP. നിങ്ങൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കാതെ അവിടെ എങ്ങാനും ചെന്നൊന്നിരിക്കും. ഞങ്ങളൊന്ന് ശ്വാസം വിട്ടോട്ടെ പ്ലീസ്. സൂര്യണ്ണൻ അലറിക്കൊണ്ടിരിക്കുക, ഫുൾ ടൈം അലറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെ വിളിച്ചു പോന്നെ? പിന്നെ കൂടുതൽ വഴി ഉണ്ടെങ്കിൽ ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്റെ അടുത്ത് പെണ്ണ് ഉറങ്ങണ്. കൂപ്പും വിളി ബ്രോ, കൂപ്പും വിളി. എന്നെ 460 വരെ പോയി. നിന്നെ ഞാനൊന്ന് കൊല്ലും. എന്റെ ജാതകത്തിലുണ്ട് ഒരു കള്ളനെ കൊന്ന് കോടതി കയറുന്നു. പിന്നെ സൂര്യ എന്നൊരു നടൻ മാത്രം അയാളുടെ കഷ്ടപ്പാടിന് വേണ്ടി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. സാരമില്ല, ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. അപ്പൊ എന്റെ ഈ കല തേങ്ങാ കൊല വലമെന്ന് കഴിയാം. നമ്മളെ പറ്റിയുള്ള യഥാർത്ഥ അഭിപ്രായം എന്താന്ന് നാട്ടുകാർ പറയും. വാ കേൾക്കാം. ഇതിനേക്കാളും നല്ല ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനേക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. ഈ പടം ഏകദേശം 4-4.5 മണിക്കൂറുമായിട്ട് ഓട്ടിച്ചിട്ടുണ്ട്. പക്ഷെ 9 ഫൈറ്റും 7 സോങ്ങും എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. എന്റെ പൊന്നെ, നാടകം തോറ്റു. നാടകം സാരമില്ലെന്നേ. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. വെറും കാട്ടവരോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പണി തീർന്നില്ലേ? 12 പണി തീർന്നു. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടം ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. നല്ല കളർഫുൾ ആയിട്ടില്ലേ, ആകാശം മുഴുവൻ കളർഫുൾ ആയി. എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. സെക്കൻഡ് ഹാഫ് ഒരു വായിക്ക് കൊള്ളൂല. പടം ഒരു ഒട്ടും കൊള്ളൂല, ഒട്ടും കൊള്ളൂല. സെക്കൻഡ് ഹാഫ് ബോറ്. 2 മണിക്കൂർ ഈ പടം ഇന്റർവെൽ ഇല്ലാതെ കാണണമെന്ന് ആഗ്രഹിച്ചവരാണ്. ആകെ ഇന്റർവെൽ ഒരു സുഖം. അല്ലു അർജുൻ 50 വരെ വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കണം. അയ്യോ, എന്നെ ചവിട്ടുന്ന എന്തിനാണ്? എന്നെ കൊല്ലേണ്ടതാ. നീ കാരണം എന്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ട പോലെ ആയിപ്പോയി. ഉള്ളതോ നായിക. എന്റെ പൊന്നോ, ഇങ്ങനെ ഒരു അഭിനയം. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. രശ്മി ഇല്ലെങ്കിൽ പടം ബോറാണ്, അത് പറയുന്നില്ല. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. വന്നൊന്ന് ഭയങ്കര വളിപ്പാണ് ചേട്ടാ. നീ ഒന്ന് മാറിപ്പോയണമെന്ന്. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. എന്റെ കൺമുമ്പിലെങ്ങാനും വന്ന ഞാൻ തലയിൽ പൊളിക്കുന്നു പറഞ്ഞ. ഇത് ഇവന്മാരല്ല ഇത് പറയേണ്ടത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന മാനേജ്മെന്റിനാണ്.